നമസ്കാരം. ഇന്നും വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് സംഖ്യയുടെ ബാക്കി സർവനാം ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞു തരാനായിട്ട്. സംഖ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ചേച്ചിമാരും അല്ലാതെ വേറെ എൻ്റെ കൂടെ പഠിച്ചവരും അല്ലാത്തവരും ഒക്കെ പറഞ്ഞു മക്കൾക്ക് നല്ല ഹെൽപ്ഫുള്ളായി, ഇത് പഠിപ്പിക്കാൻ പറ്റി ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ട ഡെഫിനിഷൻ വേണ്ടി വന്നതിനൊക്കെ പറഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഇത് എത്രയും നിങ്ങൾക്ക് എത്തി എന്നറിഞ്ഞതിൽ. സോ ആദ്യം തന്നെ ഒരു വലിയ താങ്ക്സ്. അതേപോലെ തന്നെ ഹാപ്പി ഓണം എല്ലാവർക്കും. തലേ ദിവസമാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്, അത് പറഞ്ഞിട്ടോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഓണത്തിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഹിന്ദിയും കുറച്ചൊന്ന് പഠിച്ചു നോക്കാം. എല്ലാവരും വെക്കേഷൻ മോഡിലാണെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാന്നുള്ളത് നോക്കാം. സർവനാം. വീണ്ടും പറഞ്ഞ പോലെ തന്നെ ഇതിൽ തന്നെ ഉണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന്. സർവനാം, സബ് നാം. വേർഡ് മീനിങ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സർവനാം, സബ് നാം എല്ലാ പേരുകളുടെയും പകരം യൂസ് ചെയ്യപ്പെടുന്ന വാക്കുകളെയാണ് ഇവിടെ ഇങ്ങനെ സർവനാം എന്ന് പറയുന്നത്. സോ ഇത് പ്രൊനൗൺ ആണ്. ഓക്കെ, പ്രൊനൗൺ ആണ്, നൗൺ അല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് നൗൺ ആണ്, ഇത് പ്രൊനൗൺ ആണ്. പ്രൊനൗണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വിഭാഗങ്ങൾ അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സർവനാം. സോ സർവനാമിന്റെ മെയിൻ കണ്ടന്റ് എന്താ വെച്ചാൽ സംഖ്യയുടെ പകരം, പേരുകളുടെ പകരം, സംഖ്യയുടെ പകരം, സംഖ്യ കെ സ്ഥാൻ പർ, സംഖ്യയുടെ സ്ഥാനങ്ങളിൽ നമ്മൾ ഒരേ സെന്റൻസിൽ ഒരേ വാക്ക് ചിലപ്പോൾ ഒരേ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമായിരിക്കും. അപ്പൊ ഈ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവനാമങ്ങളുടെ പ്രയോഗം ഇവിടെ നോക്കുക. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. मोहन सुबह आया था, मोहन व्याकरण की पुस्तक आज ही दे गया है क्योंकि मोहन कल दिल्ली जाएगा. ഇതൊരു സെന്റൻസ് ആണ്. ഇതൊരു സെന്റൻസിൽ ഞാൻ പറയാം. മോഹൻ സുബ ആയാ ഥ, മോഹൻ രാവിലെ വന്നിരുന്നു. മോഹൻ വ്യാകരൺ കി പുസ്തക് ആജ് ഹി ദേ ഗയ, മോഹൻ വ്യാകരണത്തിന്റെ പുസ്തകം ഇന്ന് തന്നെ തന്നു. എന്തുകൊണ്ടാച്ചാ ക്യോങ്കി, ബിക്കോസ്. ഓക്കെ, മോഹൻ കൽ ദില്ലി ജായക, നാളെ ദില്ലി പോകും മോഹൻ. ഇവിടെ 3 പ്രാവശ്യം നിങ്ങൾക്ക് മോഹൻ എന്നുള്ള പേരിനെ യൂസ് ചെയ്തതായിട്ട് കാണാം. മോഹൻ, മോഹൻ, മോഹൻ. ഈ മോഹൻ എല്ലാ സെന്റൻസിലും യൂസ് ചെയ്യുന്നതിന്റെ പകരമായിട്ട് എന്ത് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്? അതാണ് സർവനാം. സംഖ്യ, പേരുകളുടെ സ്ഥാനത്ത്, സംഖ്യയുടെ സ്ഥാനത്ത് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതാണ് സർവനാം. സോ ഫസ്റ്റ് മോഹൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് സർവനാം യൂസ് ചെയ്യുമ്പോൾ എന്താണ് വരിക നോക്കാം. മോഹൻ സുബ ആയാ ഥ, वह व्याकरण की पुस्तक आज ही दे गया है क्योंकि
वह कल दिल्ली जाएगा। സോ ഇവിടെ അങ്ങനെ മോഹനെ കുറിച്ചിട്ട് ബാക്കി എല്ലാ സെന്റൻസ് ഫസ്റ്റ് സെന്റൻസ് സ്റ്റാർട്ടിംഗ് മോഹൻ ആണ് പേര് എന്ന് അറിയാൻ പേരുണ്ട്, അതിനുശേഷം മോഹന്റെ സ്ഥാനത്ത് വഹ് എന്ന് പ്രയോഗിച്ചിട്ടാണ് അത് ഫില്ലപ്പ് ചെയ്തിരുന്നത്. സോ ഇവിടെ സർവനാമം ഏതാണ്? ഈ വഹ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പേരുകളുടെ സംഖ്യയുടെ സ്ഥാനത്ത് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് റിപ്പീറ്റഡ് അതേ സംഖ്യ വരാണ്ടിരിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് എന്ത് പറയാ? സർവനാം. संज्ञा के स्थान पर प्रयुक्त होने वाले शब्दों को सर्वनाम कहते हैं. ओके, സർവനാം എന്നാണ് പറയാ. ഡെഫിനിഷൻസ് അല്ല, പ്രോപ്പർ ഡെഫിനിഷൻ വേണം അങ്ങനെയൊന്നും പറയേണ്ട. എന്ന് വെച്ചാൽ ഇത് ട്രിക്സ് മാത്രമാണ്, ഇതിന്റെ പകരം യൂസ് ചെയ്യുന്നത്. ഒരു ആൾക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് ഈ കാര്യം പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിന് കുറച്ച് ഭേദങ്ങളുണ്ട്. അത് ഭേദങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ വാക്കുകളാണ് എവിടേക്കാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. സർവനാമിന് 6 ഭേദാണ് ഉള്ളത്. 6 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സർവനാമിനെ. 6. ഓക്കെ, ഈ 6 പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആറെണ്ണം. ഫസ്റ്റ് വൺ, മറ്റേല് സംഖ്യയിൽ നമ്മൾ വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക് എന്നൊക്കെ പഠിച്ച പോലെ തന്നെ ഇതിലും ഭേദങ്ങളാണ്. അതിൽ ഫസ്റ്റ് ആണ് പുരുഷ് വാചക്. അടുത്തത് നിശ്ചയവാചക്. നിശ്ചയം വന്ന പിന്നെ അനിശ്ചയം എന്തായാലും വേണം. സോ ഓപ്പോസിറ്റ് അനിശ്ചയവാചക്. പ്രശ്നവാചക്. സംബന്ധവാചക്. പിന്നെ നിജ്വാചക്. ഇതാണ് 6 സർവനാമിന്റെ ഭേദങ്ങൾ. 6 ഭേദങ്ങൾ: പുരുഷവാചക്, നിശ്ചയവാചക്, അനിശ്ചയവാചക്, പ്രശ്നവാചക്, സംബന്ധവാചക്, നിജ്വാചക്. അങ്ങനെ 6 തരത്തിൽ സർവനാമിന്റെ വാക്കുകളെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പുരുഷവാചക് പുരുഷന് മാത്രമുള്ളത് അല്ല. പുരുഷവാചക് എന്ന് പറയുന്നത് പുരുഷന് മാത്രമുള്ളതല്ല. ഇവിടെ അങ്ങനെ നമ്മള് എങ്ങനെയാണോ വ്യക്തിവാചക് നമ്മൾ ഡിഫൈൻ ചെയ്തത് അതേപോലെയാണ് പുരുഷവാചക് ഇവിടെ അങ്ങനെ. ഓക്കെ, വ്യക്തിവാചകത്തിന് എങ്ങനെ നമ്മള് സംഖ്യയുടെ വ്യക്തിവാചകത്തിന് പറഞ്ഞു എല്ലാ തരം പേരുകളും അതിൽ വരുന്നത്. അതേപോലെ തന്നെ ഏകദേശം പുരുഷവാചകത്തിന് മേ എന്നുള്ളത് വരും. മേ, ഹം, ഈ 2 പ്രയോഗവും ഇതിൽ വരും. ഞാൻ, ഞങ്ങൾ എന്നുള്ള പ്രയോഗം ഇവിടെ വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, പുരുഷവാചകില്. അതല്ലെങ്കിൽ തും. തും എന്നില്ലേല് തൂ എന്നും ആവാം, ആപ്പ് എന്നും ബഹുമാനത്തോടെ പറയാം, കുഴപ്പമില്ല. തൂ എന്നും ആവാം, ആപ്പ് എന്നും പറയാം. അത് രണ്ടും ഇതിൽ വരും. ലാസ്റ്റ് എന്ന് പറയുന്നത് വഹ്. വഹ് എന്നില്ലേല് വഹ് എന്ന് പറയുമ്പോൾ ദൂരല്ലേനെ, യഹ് എന്ന് പറയുമ്പോൾ അടുത്തില്ലേനെ, അതിൽ തന്നെ ആപ്പ് വന്നാലും കുഴപ്പമില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എങ്ങനെ ഈ ഒരു പുരുഷ് വാചകിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ. പുരുഷ് വാചകിൽ വരുന്ന സർവനാംസ് ആണ് ഇതൊക്കെ. മേ, മേ അല്ലെങ്കിൽ ഹം ആവാം. തും, തും അല്ലെങ്കിൽ തൂ, ആ അങ്ങനെ ആവാം തൂവിന്റെ പ്രയോഗങ്ങളായിട്ട്. വഹ് എന്നുള്ളതിലും വഹ്, യഹ്, ആപ് അങ്ങനെയുള്ള പ്രയോഗങ്ങളാവാം. സോ പുരുഷ് വാചക് എന്നുള്ളതിൽ ഇത്രയും വാക്കുകൾ എന്തായാലും നിങ്ങൾക്ക് പ്രയോഗത്തില് വരും. ഇവിടെ അങ്ങനെ ഇതിൽ തന്നെ ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, അന്യപുരുഷ്
ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, അന്യപുരുഷ്. ഈ ഒരു 3 കാറ്റഗറിയിലാണ് ഈ 3 വേർഡ്സിനെ ഇട്ടിരിക്കുന്നത്. അതൊന്നും അത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് ഇത്ര പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മേ, തും, വഹ, അതിൽ തന്നെ ആ കുട്ടിക്ക് മനസ്സിലാവും. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, ഉത്തം പുരുഷ് മെയിൻ ആയിട്ടുള്ളത്. തും സെക്കൻഡ് പേഴ്സണെ ആ കുട്ടി കാണിക്കുകയാണ്. ആ അല്ലെങ്കിൽ വഹ എന്ന് പറയുമ്പോൾ ആ ആള്. അപ്പൊ അവിടെ അങ്ങനെ മൂന്നാമത്തെ ഘട്ടവും വന്നു. അപ്പൊ ഈ 3 സംഗതി വരികയാണെങ്കിൽ ഇത് എന്തിൽ വരും? പുരുഷ് വാചക് എന്നുള്ളതിൽ വരും. ഡെഫിനിഷൻസിനെക്കാട്ടിലും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചാർട്ട് ഉണ്ടാക്കിയിട്ട് ആ കുട്ടിയെ കൊണ്ട് എന്നും ഡെയിലി ഒന്ന് പറയിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ജസ്റ്റ് ചോദിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതെന്തായാലും എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്തതാണ് നിശ്ചയവാചക്. നിശ്ചയ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് നിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ പറ്റിയിട്ട് നമുക്ക് ഉറപ്പുണ്ടാവണം. ആ ഒരു ഉറപ്പിനെയാണ് നിശ്ചയം. ഓക്കെ, ആ ഒരു സംഭവം വരണമെങ്കിൽ യഹ് എന്നുള്ളത് വരും. അത് കഴിഞ്ഞാൽ വരിക വഹ. യഹ് എന്ന് പറയുന്നത് അടുത്തില്ലേന് നിയർ. വഹ എന്ന് പറയുമ്പോ ഫാർ. വഹ ഉസ്കാ പുസ്തക് ഹൈ, യഹ മേരാ പുസ്തക് ഹൈ. മനസ്സിലായോ? അങ്ങനെ വഹ യഹ ദൂരെ ഉള്ളത് അടുത്തുള്ളത് എന്നുള്ളതിന് നിശ്ചിതമായിട്ട് അതറിയാം, അത് ആരുടെയാണ് എന്ന് അറിയാം എന്നുള്ള ഒരു ടോൺ വരുന്നതാണ് വഹും യഹും ഇവിടെ നിശ്ചയവാചകത്തില്. അപ്പൊ വാചകത്തിലേക്ക് എന്ത് വരും? കുച്ച്. ഒരുറപ്പുമില്ല, കുറച്ച്. നമുക്ക് ഒരു ഉറപ്പുമില്ല എത്ര ക്വാണ്ടിറ്റി വൈസ് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാത്തത് കൊണ്ട് കുച്ച്, കുറച്ച്. പിന്നെ കോയി ആരോ എന്തോ അങ്ങനെയുള്ളൊരു അവസ്ഥയില് കോയി എന്ന് പറയുന്നത് ജീവൻ ഉള്ളതിനും അല്ലെങ്കിൽ പ്രാണികൾ അങ്ങനെയൊക്കെ ഉള്ളതിനാണ്. കുച്ച് എന്ന് പറയുന്നത് നോൺ ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞ ജീവൻ ഇല്ലാത്ത സാധനങ്ങൾ. കുച്ച് പത്തെ, കുച്ച് ചീനി, കുച്ച് താരെ. അങ്ങനെ കോയി വ്യക്തി, കോയി ലഡ്ക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി അതിന് ജീവൻ ഉള്ളതായിരിക്കില്ല. പക്ഷെ കോയി എന്ന് പറയുമ്പോൾ നമുക്ക് ജീവനുള്ള വസ്തുക്കളായിരിക്കും ഇവിടെ അങ്ങനെ പറയണ്ടാവുക. അടുത്തത് പ്രശ്നവാചക്. പ്രശ്നവാചകില് കോൺ, ക്യാ അങ്ങനെയൊക്കെ ഉള്ളത്. കോൺ എന്ന് പറഞ്ഞാൽ ആരാ, ക്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എന്ത് എന്നൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ അങ്ങനെ വരിക പ്രശ്നവാചകത്തില്. അതിലും കോൺ ഇതേപോലെ തന്നെയാണ്. കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള സംഭവങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അവിടെ അങ്ങനെ കൊണ്ടുവരും. ക്യാ എന്ന് പറയുമ്പോൾ ഏതിന്റെ കൂടി വേണമെങ്കിലും പോവാം. സംബന്ധ് എന്ന് പറയുന്നത് ജോ, സോ, വഹ. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹന്റെ ഒരു രൂപമാണ്. ജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോ എന്നുള്ളത് നമുക്ക് നോർമലി അത് എന്നുള്ള സംഭവം. സംബന്ധ് ഏതിന്റെയാണ് റിലേഷൻ കാണിക്കാൻ പറ്റുക, അതാണ് ഇവിടെ അങ്ങനെ സംബന്ധ വാചകത്തില് വരിക. നിജ് വാചക്, നിജ് ഞാൻ സ്വയം, ഞാൻ മാത്രം എന്നുള്ള നിജ് വാചക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ അങ്ങനെ നിജ് വാചകത്തില് വരിക നമ്മൾ സ്വന്തമായിട്ട്, നമ്മള് സ്വയം. അപ്പൊ ഖുദ്, സ്വയം, അങ്ങനത്തെ വാക്കുകൾ നമ്മൾ സ്വന്തമായിട്ട് എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകളാണ് നിജവാചകത്തിൽ വരിക. ഇത്രയാണ് ഇതിന്റെ വേർഡ്സ് പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻലി ഓർമ്മ വെക്കേണ്ട വേർഡ്സ്. ബാക്കി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ വന്നോളും. വായിക്കുന്ന സമയത്ത് നമുക്ക് ഉൻക, ഉൻകി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താ സംബന്ധ് കാണിക്കാണ്. ഉൻക, കാ കേച്ചിയിൽ നമ്മള് വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെയാണ് ജോസോ അങ്ങനെയൊക്കെ എന്ത് വരും. പ്രശ്നവാചകത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതില് വരാൻ സാധ്യതയുണ്ട്. അനിശ്ചയവാചകത്തില് വരാൻ ഇത് എങ്ങനെയാണ് ഞാൻ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചെടുത്തു. കുച്ച്, കോയി അങ്ങനെയൊക്കെ. ഇവിടെ നിശ്ചയ പെർട്ടിക്കുലർലി എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ 6 ഭേദ ഇതേപോലെ ഇരിക്കും തുടങ്ങിക്കഴിഞ്ഞാൽ.
ഇനി നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. വൺ എക്സാമ്പിൾ വൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ മേ വെച്ചിട്ട് ഇപ്പൊ എല്ലാവർക്കും അറിയേണ്ടതാണ്. മേ വെച്ചിട്ട് എന്തൊരു സെന്റൻസും ഹം വെച്ചിട്ടാണെങ്കിലും മേ സ്കൂൾ ഗയാ ഥാ ഹം സ്കൂൾ ഗയേ ഥേ, അല്ലെങ്കിൽ തും വെച്ചിട്ടാണെങ്കിലും ആപ്പ് വെച്ചിട്ടാണ്. സോ അല്ലാണ്ട് ഇതൊന്നും അല്ലാണ്ട് നിങ്ങൾ കുറച്ചും കൂടി മുകളിലത്തെ ഗ്രേഡ് നോക്കുകയാണെങ്കിൽ ആപ്പ് कृपया यहाँ बैठे, ഓക്കെ. ആപ്പ് കൃപയ യഹാ ബാഠിയെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആപ്പ് താങ്കൾ പ്ലീസ് ഇവിടെ ഇരുന്നാലും എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ് ഇത്. സോ ഇവിടെ അങ്ങനെ ആപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തിനെയാണ് നമ്മൾ കാണിക്കുന്നത്. പുരുഷ് വാചക്, ഓക്കെ, ഒരു വ്യക്തിയുടെ പകരമാണ് നമ്മൾ ആപ്പ് ഇവിടെ അങ്ങനെ പ്രയോഗിക്കുന്നത്. സോ ഇത് പുരുഷ് വാചകാണ് ആവ്. ഫസ്റ്റ് ഭേദിന്റെ ആണ് ഈ സെന്റൻസ്. സെക്കൻഡ് എന്ന് പറയുന്നത് നിശ്ചയ്, പ്രോപ്പറായിട്ട് നമുക്ക് അറിയാം എന്താണ് എന്നുള്ളത്. സോ സെക്കൻഡിന്റെ നിശ്ചയ വാചകില് ഭാരത് കൃഷി പ്രധാൻ देश है, यह सब जानते हैं, यह सब जानते हैं. ഇത് എല്ലാവർക്കും അറിയാം, നിശ്ചയമായിട്ടും ഉറപ്പായിട്ടും ഇത് എല്ലാവർക്കും അറിയാം. എന്തറിയാം? ഈ ഭാരത് കൃഷി പ്രധാൻ ദേശ് ഹൈ, ഭാരതം കൃഷി പ്രാധാന്യമുള്ള ദേശമാണ്, കൺട്രിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് നിശ്ചയമാണ്, പക്കയാണ്, നമുക്ക് ഉറപ്പുണ്ട് അതെല്ലാവർക്കും അറിയാം എന്നുള്ളത്. സോ അത് എന്താവാം? നിശ്ചയ വാചകില് വരും. നൗ കംസ് അനിശ്ചയ വാചക്. അനിശ്ചയ വാചകിന്റെ എക്സാമ്പിൾ ആണ് ദർവാസ खटका है, कोई आ रहा है. ദർവാസ ഖട്ക ഹെ, വാതിലിൽ എന്തോ സൗണ്ട് കേട്ടോ, അല്ലെങ്കിൽ നോക്ക് ചെയ്തിട്ടുണ്ട്, ആരോ വരുന്നുണ്ട്. ആരാ വരണെന്നുള്ളത് നമുക്ക് ഉറപ്പില്ല, ആരോ വരുന്നുണ്ട്. സോ അനിശ്ചയ, നമുക്ക് നിശ്ചിതമില്ല, നമുക്ക് ഉറപ്പില്ല അവിടെ ആരാണ് വരാൻ പോണത് എന്നുള്ളത്. സോ അവിടെ അങ്ങനെ അനിശ്ചയ. അതേപോലെ തന്നെ കുച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ദൂദ് മേ കുച്ച് പട് ഗയാ ഹെ ഉസേ നിക്കാൽ കർ പീ ലോ, ദൂദ് മേ കുച്ച് ഗിർ ഗയാ ഹെ. എന്തോ കുച്ചിനെ പറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് സെന്റൻസ് എഴുതാം. ദൂദ് മേ കുച്ച് ഗിർ ഗയാ ഹെ, എന്തോ വീണിട്ടുണ്ട്, അത് എടുത്തിട്ട് കുടിച്ചോളാം. ഓക്കെ, അപ്പൊ കുച്ച് എന്നുള്ളതിലും അനിശ്ചയ വാചകാണ് വരും. എന്തോ വീണിട്ടുണ്ട്, അതൊന്നും എടുത്തു മാറ്റിയിട്ട് കുടിച്ചോളൂ. ഞാൻ ഇവിടെ എഴുതുന്നില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, ഡിസ്കസ് ചെയ്തെന്ന് മാത്രം. ഞാൻ ഓരോ ഇതിന്റെ എഴുതുന്നുള്ളൂ, ഓരോന്നും നമുക്ക് വെറുതെ പറഞ്ഞു പോവാം. നാ ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രശ്നവാചകാണ്. പ്രശ്നവാചകില് കോൺ എന്ന് വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് എന്തില്ല ഇത്. യഹാ കോയി കമരെ, സോറി, യഹാ कई कमरे हैं, आप कौन सा पसंद करेंगे? यहाँ कई कमरे हैं, ഇവിടെ കുറെ റൂംസ് ഉണ്ട്. ആ കോൺസ പസന്ദ് കരേംഗെ, നിങ്ങൾ ഏതാണ് ഇഷ്ടപ്പെടുക? ആ കോൺസ ഏതാണ് ഇഷ്ടപ്പെടുക? അതേപോലെ തന്നെ ക്യാ വെച്ചിട്ട് നമുക്ക് സെന്റൻസ് ഫ്രെയിം ചെയ്യാം. ആ ഖാനെ മേ ക്യാ ലേംഗെ, നിങ്ങൾക്ക് ഭക്ഷണത്തിൽ എന്താണ് വേണ്ടത്? അപ്പോ അവിടെ അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളത് ഉണ്ട്. ഇവിടെ കോൺസ പസന്ദ് കരേംഗെ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഇവിടെ അങ്ങനെ എന്ത് പറയാ, നമ്മുടെ പ്രശ്നവാചക് എന്നുള്ളതിന്റെ അണ്ടറില് വരിക. ഓക്കെ,
ഇനി സംബന്ധവാചക്, അടുത്തത് സംബന്ധവാചക്, തമ്മിൽ ബന്ധം എന്നുള്ളത് അറിയിക്കുന്നത്. മേരി വഹ കലം ഖോ ഗയി ജോ മുझे ജന്മദിൻ पर मिली थी. सेंटेंस आने मेरी वह कलम खो गई जो मुझे, ഏതാണോ, जो मुझे जन्मदिन पर मिली थी. എന്റെ കലം, പേന കളഞ്ഞുപോയി. ഏതാണോ, ജോ മുझे, ഏതാണോ എനിക്ക് ജന്മദിൻ, പിറന്നാളിന് കിട്ടിയത്, അതാണ് ജോ എന്നുള്ളതിന്റെ പ്രയോഗത്തില് വന്നത്. ഓക്കെ, ജോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണോ, ജിസ്കോ ഏതിനെയാണോ. അങ്ങനെ ഇവിടെ അങ്ങനെ സംബന്ധ്, ഒരാളുടെ വേറൊരാളുടെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ വേറൊരാളുടെ ആയിട്ട്, ഒരു വസ്തുവിന്റെ ഒരു വസ്തു, അങ്ങനെ ബന്ധങ്ങളെ വരുന്നതാണ് ഇവിടെ അങ്ങനെ എന്ത് വരിക, സംബന്ധവാചകില് കൂടുതലായിട്ടും കാണപ്പെടുക. ഓക്കെ, ജിസ്കോ ആപ്നെ ബുലായ ഥാ വഹ ആ ഗയാ ഹൈ. ജിസ്കോ ആപ്നെ ബുലായ ഥാ, ആരെയാണോ നിങ്ങൾ വിളിച്ചത് അവര് വന്നു. അവിടെയല്ല, ജിസ്കോ ആരെയാണോ, സംബന്ധ് അവിടെ അങ്ങനെ കാണിക്കണം, ആരെയാണോ നിങ്ങൾ വിളിച്ചത്, നിങ്ങൾ വിളിച്ചത്. ഓക്കെ, അവിടെ അങ്ങനെ ഒരു ബന്ധമാണ് കാണിക്കുന്നത്, സംബന്ധ്. ഓക്കെ, അവിടെ അങ്ങനെ സംബന്ധ വാചകാണ് വരിക. വഹ ആ ഗയാ ഹൈ. ഇത്രയും ഞാൻ ഇവിടെ അങ്ങനെ എഴുതാത്തത് കുറെ എഴുതിയിട്ട് ക്രൗഡഡ് ആക്കണ്ട, കൺഫ്യൂസ് ആക്കണ്ട എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സംബന്ധം എന്താന്നുള്ളത്. റിലേഷൻ, തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇതാണ് സംബന്ധം വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി അവസാനത്തെയാണ് നിജ്വാചക്. നിജ്വാചകില് ഞാൻ പറഞ്ഞു നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നിജ്വാചകില് വരാവുന്ന ഏറ്റവും മെയിൻ സംഭവം. നമ്മൾ സ്വയം, मैं अपनी किताब ले जा रहा हूं. मैं अपनी किताब, अपनी സ്വന്തം, अपनी किताब ले जा रहा हूं. ले जा रहा हूं, अपनी खुद, स्वयं. मैं अपना काम स्वयं करूंगा. मैंने यह काम खुद किया है. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ സ്വയം ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് നിജ് വാചക് എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ വരിക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്വിക്കായിട്ട് നമുക്കൊന്ന് പറയാം. പുരുഷ് വാചക് എങ്ങനെയാണ് സംഖ്യയിൽ വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക് ഉണ്ടായിരുന്നത്, അതേപോലെ സർവനാമിന്റെ 6 ഭേദങ്ങളാണ് പുരുഷ് വാചക്, നിശ്ചയവാചക്, അനിശ്ചയവാചക്, പ്രശ്നവാചക്, സംബന്ധവാചക്, നിജ്വാചക്. അങ്ങനെ 6 ഇതിൽ കൂടുതലും മേ, തും, വഹ എന്നുള്ള പ്രയോഗങ്ങൾ വരും. അതിന്റെ കൂടെ എന്തൊക്കെ വരുന്നുള്ളതാണ് ഞാൻ ബ്രാക്കറ്റ്സിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ യഹ വഹ എന്നുള്ളതിന്റെ പ്രയോഗം, യഹ എന്ന് പറയുമ്പോൾ കുറച്ച് അടുത്തുള്ളത്, വഹ എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരമുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് അവിടെ അങ്ങനെ കാണിക്കുക. അനിശ്ചയവാചക്, ഒരു നിശ്ചയമില്ല, ഒരു ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളാണ് അവിടെ അങ്ങനെ അനിശ്ചയവാചകിൽ വരിക. പ്രശ്നവാചക്, ക്വസ്റ്റ്യൻ രൂപത്തിലാണ് അത് വരിക. സംബന്ധവാചക്, സംബന്ധ് അല്ലെങ്കിൽ റിലേഷൻ, രണ്ട് സാധനങ്ങളോ രണ്ട് വസ്തു, രണ്ട് പേഴ്സൺസോ അങ്ങനെയൊക്കെയുള്ള സംബന്ധം കാണിക്കുന്നത് വരാം. അവിടെ നിജ്വാചക്, നിജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട്. അത്രയും കാര്യങ്ങളുടെ ഓരോ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. ഓരോന്നാണ് തന്നിരിക്കുന്നത്. വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഒരു പാരഗ്രാഫ് എടുത്ത് വായിക്കുമ്പോൾ ഈ പ്രയോഗങ്ങൾ എവിടെയൊക്കെയാണോ അവിടെ അങ്ങനെ ഈ ഒരു സംബന്ധം അല്ലെങ്കിൽ ഈ ഒരു ഭേദം ഇവിടെ കാണാൻ പറ്റും. ഇത് മെയിൻലി കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് സർവനാമിന്റെ ഭേദ് തരാറുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൽ ഫില്ലപ്പ് ചെയ്യാൻ വരാറുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഭേദങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഫോമിൽ ഓർമ്മ വെക്കുകയാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് നമുക്ക് ഇത് പഠിച്ചെടുക്കാം. വെറും ഈ ഒരു സംഭവം മാത്രമാണ് പഠിച്ചിരിക്കുന്നത്. ഈ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് പഠിക്കാം. എന്നിട്ട് സംഖ്യ പഠിക്കാൻ ഒരുപാട് എളുപ്പമാണ്. വ്യക്തിവാചക്, ഇവിടെ വ്യക്തി മാറിയിട്ട് അത് പുരുഷനായി, അത്രയേ ഉള്ളൂ. പുരുഷ് വാചക്. പിന്നെ നിശ്ചയവാചക്, തീരുമാനമുള്ളത് തീരുമാനമില്ലാത്തത്, 2 പ്രശ്നവാചക്, ക്വസ്റ്റ്യൻ. സംബന്ധ്, റിലേഷൻ. നിജ്, അവനവന്റെ. ഓക്കെ, അങ്ങനെ ഈ ഒരു സംഭവം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും അല്ല വേണ്ട, സ്കൂളിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ പഠിപ്പിക്കാൻ പറ്റും, കുട്ടികൾക്കും എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത് എത്രയും എളുപ്പത്തിൽ മനസ്സിലാക്കിക്കണം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത്. ഈ ട്രിക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ ഈ മുകളിലത്തെ ടോപ്പിക്സ് പഠിച്ചുകൊണ്ട് തന്നെ താഴത്തെ ഓട്ടോമാറ്റിക്കലി ഒരു പാരഗ്രാഫിൽ എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ എഴുതി ചേർക്കാം എന്നൊക്കെ അവിടെ മനസ്സിലായി തുടങ്ങും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇനി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഗ്രാമറിൻ്റെ പോർഷൻസുമായിട്ട് ഞാൻ വീണ്ടും വീഡിയോസ് ഉണ്ടാക്കാം. ഹാപ്പി ഓണം വൺസ് അഗൈൻ. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു.